തൃശൂർ ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഇടപാടുകൾ റിസർവ് ബാങ്ക് മരവിപ്പിച്ചതിൽ വിശദീകരണം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ചെയർമാൻ MP ജാക്സൺ. ബാങ്കിനെതിരെ നടപടി താൽക്കാലികമാണെന്നും നിക്ഷേപകരും സഹകാരികളും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലെന്നുമാണ് ജാക്സന്റെ വാദം. അതേസമയം ബാങ്ക് നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് ഇടതുപക്ഷ സംഘടനകളും BJP. 1000 കോടിക്ക് മുകളിൽ നിക്ഷേപമുള്ള 3 ടയർ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇരിഞ്ഞാലക്കുട ടൗൺ കോർപ്പറേറ്റീവ് ബാങ്കിന് കഴിഞ്ഞ ദിവസമാണ് റിസർവ് ബാങ്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം 71 കോടി രൂപ കടത്തിലുള്ള ബാങ്കിന് 185 കോടി രൂപ തിരിച്ചടവാണ് സഹകാരികളിൽ നിന്ന് ലഭിക്കാനുള്ളത്. ഇതേ തുടർന്നുണ്ടായ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് RBI നടപടിയെങ്കിലും ബാങ്ക് പ്രതിസന്ധിയിലല്ലെന്നും നിക്ഷേപകർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നുമാണ് KPCC മുൻ സെക്രട്ടറിയും ITU ചെയർമാനുമായ MP ജാക്സൺ വിശദീകരിക്കുന്നത്. കോവിഡ് കാലത്ത് പൂട്ടിപ്പോയ കുറേ സ്ഥാപനങ്ങൾ 2018-ലും 2019-ലും പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച ആളുകളൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കൊരട്ടി, ചാലക്കുടി, അന്നമനട, മാള ബ്രാഞ്ചുകളിലുണ്ടായിരുന്ന വായ്പക്കാരിലധികവും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ പേർക്ക് വായ്പ തിരിച്ചടയ്ക്കാനും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളും വന്നു. ബാങ്ക് കോവിഡിന് ശേഷം 2022-ൽ റിക്കവറി നടപടികൾ വളരെ സജീവമായിട്ട് ആരംഭിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള അർബൻ ബാങ്കായ ITUവിനും സഹകാരികൾക്കും കോവിഡ് കാലത്തുണ്ടായ തിരിച്ചടികളും GST പരിഷ്കരണവും വ്യാപാര വ്യവസായ മേഖലകളുടെ തകർച്ചയും പ്രതികൂലമായി ബാധിച്ചു. ഇക്കാരണങ്ങളാൽ ലോണെടുത്ത ഭൂരിഭാഗം പേർക്കും കുടിശ്ശിക അടച്ചു തീർക്കാനാവാത്ത സ്ഥിതിയാണ്. എന്നാൽ ഈ സാഹചര്യത്തിലും 368 കോടി രൂപയുടെ നോൺ ബാങ്കിംഗ് അസറ്റും 200 കോടി രൂപയുടെ ഗവൺമെന്റ് സെക്യൂരിറ്റിയും ബാങ്കിനുണ്ട്. അതുകൊണ്ട് തന്നെ നിക്ഷേപകർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ചെയർമാനും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പറയുന്നു. അങ്ങനെ ഫണ്ടില്ലാണ്ട് പറ്റി കിടക്കുന്ന സ്ഥലമല്ലല്ലോ. ഞാൻ പറയാം, ഇവിടെ ക്യാഷ് ഓൺ ഹാൻഡ് 35 കോടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായില്ലേ? ഞങ്ങളുടെ ബ്രാഞ്ചുകളിലൊക്കെ കൂടിയിട്ട് കയ്യിലുള്ള ക്യാഷ് തന്നെ 35 കോടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ 6 മാസക്കാലത്തേക്ക് നിലനിൽക്കുന്ന RBI നിയന്ത്രണങ്ങൾ പ്രകാരം ബാങ്കിലെ ദൈനംദിന ഇടപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് നിക്ഷേപകർക്കും സഹകാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നിയന്ത്രണ കാലയളവിൽ ഒരാൾക്ക് പരമാവധി 10,000 രൂപ മാത്രമേ പിൻവലിക്കാനാവൂ എന്നതിനാൽ ബാങ്കിലെത്തുന്ന നിരവധി പേരാണ് നിരാശരായി മടങ്ങുന്നത്. അതേസമയം ഇരിഞ്ഞാലക്കുട ടൗൺ കോർപ്പറേറ്റീവ് ബാങ്ക് നേരിടുന്നത് ഗുരുതര പ്രതിസന്ധിയാണെന്നും ഇക്കാര്യങ്ങൾ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ മറച്ചുപിടിക്കുകയാണെന്നുമാണ് ഇടതുപക്ഷ സംഘടനകളും BJPയും ആരോപിക്കുന്നത്. ഇക്കാര്യം ഉന്നയിച്ച് BJPയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ബാങ്കിന് മുന്നിൽ പ്രതിഷേധ സമരവും നടത്തിയിരുന്നു. കോൺഗ്രസ് നേതൃത്വം വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് CPMഉം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ബാങ്കിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ CPMഉം തീരുമാനിച്ചതോടെ വരും ദിവസങ്ങളിൽ മറ്റു സംഘടനകളും സമരത്തിലേക്ക് കടക്കുമെന്നാണ് സൂചന. ന്യൂസ് മലയാളം, തൃശൂർ.